പ്രിയമുള്ളവരെ നമസ്കാരം. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് രംഗത്ത് വരികയാണ്. വളരെ വൈകിയാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം വീഡിയോ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ വീഡിയോയുടെ വിഷയം തന്നെ നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പും അതിൻ്റെ ഫലവും വരാൻ പോകുന്ന മന്ത്രിസഭയും ഒക്കെ എങ്ങനെയാണ് എന്ന് ഒന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വിജയം കൈവരിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞുപോയത്. ഇന്ത്യൻ ജനാധിപത്യം അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയുടെ മഹത്വം വിളിച്ചോതുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞു പോയിരിക്കുന്നത്. കാരണം നമ്മൾക്കറിയാം, കഴിഞ്ഞ 10 വർഷം ഭരിച്ച നരേന്ദ്രമോദി സർക്കാർ കുറേയേറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് മഹനീയമായിട്ട് 100ൽ 100% മാർക്ക് കൊടുക്കേണ്ട ഒരു കാര്യം ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതും, അതുപോലെ തന്നെ മുത്തലാഖ് എടുത്തു കളഞ്ഞുകൊണ്ട് ഒരു വിഭാഗം സഹോദരിമാർക്ക് കൊടുത്ത ആത്മവിശ്വാസവുമൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത്. ഈ ഒപ്പം തന്നെ രാജ്യത്തുണ്ടായ വികസനത്തെ നമുക്ക് പല രീതിയിലുള്ള വികസനങ്ങൾ കൊണ്ടുവന്നു. അഴിമതി പുറത്ത് വലിയ ചർച്ചയാവുന്ന അഴിമതികളൊന്നും നടന്നിട്ടില്ല. പക്ഷേ തീവെട്ടിക്കൊള്ളയിലൂടെയാണ് വികസനം കൊണ്ടുവന്നത് എന്ന് പറയാതിരിക്കാൻ സാധിക്കത്തില്ല. സാധാരണക്കാരൻ്റെ അടുപ്പിലെ തീ പുകഞ്ഞാലും ഇല്ലെങ്കിലും ഇന്ത്യ സാമ്പത്തികമായിട്ട് 1-ാം നിലയിലേക്ക് എത്തണമെന്ന ഒരൊറ്റ ചിന്തയിൽ സമ്പത്തിൽ മാത്രം കണ്ണുവെച്ചുകൊണ്ടുള്ള ഒരു വികസനം. ആ വികസനത്തിൻ്റെ ഫലമായിട്ടാണ് 300 രൂപയെ കടന്ന സിലിണ്ടറിന്, ഗ്യാസ് സിലിണ്ടറിന് 1100 രൂപയും 80 രൂപയെ കടന്ന ഇന്ധനത്തിന് 110 രൂപയൊക്കെ അത് പിടിച്ചു പറിച്ചുകൊണ്ട്, സാധാരണക്കാരൻ്റെ അടുപ്പിലെ തീയെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ പിടിച്ചു പറിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ വികസനം. പിന്നെ അടിസ്ഥാന വികസനം എന്ന് പറയുന്നത് കക്കൂസ് മാത്രമായിട്ട് അതപ്പതിച്ചു. GDP ഓർത്തുന്ന എന്തെങ്കിലും ഒരു തൊഴിൽ സംരംഭം കൂടെ, പകരം തൊഴിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് യാതൊരുവിധ നിയന്ത്രണവും ഇല്ലാതെ ലോൺ എടുക്കാനുള്ള സൗകര്യം. അത് ലോൺ എടുത്താൽ ഈ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ബാങ്കുകാരെ പിടിച്ചു മേടിച്ചോളുമെന്ന് നരേന്ദ്രമോദിക്ക്. സാധാരണക്കാരൻ ലോൺ എടുത്താൽ പിടിച്ചു മേടിക്കുക, അല്ലെങ്കിൽ അവരൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ മറ്റു ചിലരായിരിക്കണം. നമ്മൾ ഒരു മതത്തെയോ അല്ല ഒരു സമുദായത്തെയോ ഒന്നും അതിന് എടുത്ത് പറയുന്നില്ല. ചിലർ കോടികളുമായിട്ട് വിദേശത്തേക്ക് പോയി, അവരൊക്കെ അവരുടെ വഴിക്ക് പോയി സുഭിക്ഷമായിട്ട് ജീവിക്കുകയാണ്. മറിച്ച് ഇവിടുത്തെ സാധാരണക്കാരൻ ഒരു ലോൺ എടുത്താൽ യാതൊരു ഡോക്യുമെൻസും കൊടുത്തില്ലെങ്കിലും ലോൺ എടുത്തോ, അവൻ്റെ കൈയടയാളവും കണ്ണിൻ്റെ അടയാളവും ആധാർ കാർഡും മേടിച്ച് വെച്ചിട്ട് ലോൺ കൊടുത്താൽ അത് മേടിക്കാൻ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ ലോൺ എടുത്ത് മുടിഞ്ഞു, രക്ഷപ്പെടുന്നവൻ രക്ഷപ്പെട്ടു എന്ന രീതിയിൽ ലോൺ എടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി. അതൊക്കെ ബിസിനസ്സിൻ്റെ ഭാഗമാണ്. ബാങ്ക് വഴി തീവെട്ടിക്കൊള്ള നടത്താനുള്ള അംഗീകാരമാണ് കൊടുത്തത്. അങ്ങനെ സാധാരണക്കാരനെയും താഴെ കിടത്തിലുള്ളവരെയും കണ്ണടച്ച് വിസ്മരിച്ചുകൊണ്ട് കുത്തകക്കാർക്ക് വേണ്ടിയുള്ള ഒരു വികസന അജണ്ട കൊണ്ടുവരും. അതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്ത് പിടിച്ചു പറിച്ച് നടത്തിയ കുറേയേറെ വികസനങ്ങൾ എടുത്തു പറയേണ്ട, പാലവും തോടും ട്രെയിനും ഒക്കെ ആയിട്ട് കുറേയേറെ വികസനങ്ങൾ കൊണ്ടുവന്നു. ഇതിൻ്റെ അഹങ്കാരത്തിൽ ഒരു കലുങ്ക് പണിതാൽ പോലും അതിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രിയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ ഇതിനു മുമ്പ് പലതും നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതേണ്ട വന്ദേ മാതരം എന്ന് പറഞ്ഞ ട്രെയിൻ ഇറക്കിയെന്ന് പറഞ്ഞു. ആ ട്രെയിനിൻ്റെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ബ്രേക്ക് സിസ്റ്റമൊക്കെ 10-15 വർഷം മുമ്പ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ബ്രേക്ക് സിസ്റ്റങ്ങളാണ്. അതിൻ്റെയൊക്കെ ആന്തരികമായ കാര്യങ്ങൾ പഠിച്ചാലേ നമുക്ക് പറയാൻ പറ്റും. 15 വർഷത്തോളം മുൻപ് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന ബ്രേക്ക് സിസ്റ്റം, ആ ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ പുറത്തേക്ക് പുതിയൊരു മോഡൽ ബോഡി കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ വന്ദേ ഭാരതിൻ്റെയൊക്കെ പ്രത്യേകത. എങ്കിലും അതൊക്കെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. കാരണം പിടിച്ചു പറിച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഏതാണ്ട് ലോകത്ത് 5-ാം സ്ഥാനത്തേക്ക് ഇന്ത്യ എത്തിയിട്ടുണ്ട്. ഇനി 2 ചെറിയ വരുമാനക്കാരെ ഒന്ന് മറികടന്നാൽ 3-ാം സ്ഥാനം കൈവരിക്കും. അതായത് ജപ്പാനും ജർമ്മനിയും ഒന്ന് കടന്നാൽ അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രമൊക്കെ പഠിച്ചാലേ അതിൻ്റെ ഗിമ്മിക്ക് മനസ്സിലാകുള്ളൂ. അതായത് ആ ഭാഗങ്ങളൊക്കെ പോട്ടെ, നമ്മൾ പറയുന്ന വിഷയത്തിലേക്ക് വരാം. ഇവിടെ 400 സീറ്റ് തനിക്ക് കിട്ടുമെന്നും ഞാനാണ് സർവ്വമെന്നും എൻ്റെ ഗ്യാരണ്ടി എനിക്കപ്പുറത്ത് ആരുമില്ല എന്നുള്ളൊരു പ്രതീതി വളർത്തി അത്രയേറെ അഹങ്കാരത്തിൻ്റെ ഒരു അഹങ്കാരത്തിൻ്റെ മൂർത്തിയെ ഭാവമായിട്ട് നരേന്ദ്രമോദി മാറിപ്പോയി 10 വർഷം ഭരിച്ചപ്പോഴേക്കും. ആ മാറ്റത്തിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ ഇലക്ഷനിൽ ജനം നൽകിയത്. കാരണം 400 സീറ്റ് കിട്ടിയാൽ ഭരണഘടനയെ അട്ടിമറിക്കുമെന്നും മനുസ്മൃതി കൊണ്ടുവരുമെന്നും ജനങ്ങൾ വിശ്വസിച്ചു പോയി എന്നുള്ളതാണ്. അതിനകത്ത് ശരിതെറ്റ് നമ്മൾക്കറിയത്തില്ല. ജനങ്ങൾ വിശ്വസിക്കുന്ന രീതിയിലായിരുന്നു നരേന്ദ്രമോദിയുടെയും ഭരണത്തിൻ്റെയും നീക്കങ്ങൾ മുഴുവൻ. ഇതിനിടയ്ക്കാണ് EWS കൊണ്ടുവന്നിട്ട് സാധാരണക്കാർ അധസ്ഥിത വിഭാഗത്തെ ലളിത് വിഭാഗത്തിന് ചങ്കിൽ കമ്പ് കുത്തി ഇറക്കാൻ, ചങ്കിൽ
എന്താണ് തൃശൂലം കുത്തിയിറക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയായിരുന്നു ആ EWS കൊണ്ടുവന്നിട്ട് ഉള്ളവന് വീണ്ടും വാരിക്കൊടുക്കുന്നത്. അത് വെറും 12% സവർണർക്ക് വീണ്ടും വീണ്ടും വാരിക്കൊടുക്കുന്ന ഒരു രീതിയൊക്കെ നരേന്ദ്രമോദി കൊണ്ടുവന്നത്. ഈ അഹങ്കാരത്തിൻ്റെ തേരിൽ നിന്നുകൊണ്ടാണ്, തേര് തെളിച്ചുകൊണ്ടാണ് ഞാൻ സർവഗുരു ആണെന്നോ ഞാൻ ഈശ്വരനാണെന്നോ ഒക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ ഭരണഘടനയെ അട്ടിമറിക്കുമെന്നൊരു സ്ഥിതിവിശേഷം വന്നപ്പോഴാണ് ഇന്ത്യൻ ജനത വളരെ വിദഗ്ധമായ രീതിയിൽ ഒരു തീരുമാനമെടുത്തത്. അങ്ങനെ ഭരണഘടനയെ തൊട്ട് കളിക്കണ്ട, ഞങ്ങൾക്കിവിടെ മഹാനായ അംബേദ്കർ മതി, വീർ സവർക്കർ വേണ്ട എന്നൊരു തീരുമാനമെടുത്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മഹാനായ അംബേദ്കറുടെ വിജയവും വീർ സവർക്കറുടെ പതനവുമാണ് ഈ ഇലക്ഷനിൽ കണ്ടത്. അതുപോലെ തന്നെ കോൺഗ്രസിനും കിട്ടിയത് ഒരു മുന്നേറ്റവും ഒരു തികഞ്ഞ അടിയുമാണ്. കാരണം ഇവർ ഭരണത്തിൽ വന്നാൽ ഇവർ ആദ്യം ചെയ്യുമെന്ന് പറഞ്ഞത് ജമ്മു കാശ്മീരിൻ്റെ പദവി തിരിച്ചു കൊടുക്കുമെന്നാണ്. പിന്നെ മുത്തലാഖൊക്കെ എടുത്ത് വീണ്ടും കൊണ്ടുവരും എന്നൊക്കെയുള്ള രീതിയിൽ ഒരു വിഭാഗത്തെ കയ്യിലെടുക്കാനായിട്ട് നരേന്ദ്രമോദി ഒരു രീതിയിൽ വർഗീയത വിഭജനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, വർഗീയത ഉപയോഗിക്കുന്നു. ഇവർ വേറൊരു രീതിയിൽ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുന്നു. അപ്പോഴാണ് ജനങ്ങൾ ഇവരുടെ കയ്യിലേക്ക് ഭരണം കൊടുത്തില്ല. കാരണം ചെയ്ത നല്ല കാര്യങ്ങൾ ഇവർ ഇല്ലാതാക്കണ്ട, മറിച്ച് ഇനി വരാൻ പോകുന്ന ദുരന്തം ഒഴിവാക്കാനായിട്ട് വലിയ ഭൂരിപക്ഷം ഇല്ലാതെ ഒരു തൂക്കുമന്ത്രിസഭയ്ക്ക് നരേന്ദ്രമോദിക്ക് അവസരം കൊടുത്തു. ഇത്രയും നല്ലൊരു തീരുമാനം ജനങ്ങളെടുത്തത് എങ്ങനെയെടുത്തെങ്കിലും ഇത്രയും വലിയൊരു തീരുമാനം എടുത്തതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ മഹാത്മാഗാന്ധിയുടെയും അംബേദ്കറുടെയും ഒക്കെ എന്താണ് ശക്തി ഈ ഇന്ത്യൻ ജനതയുടെ മേൽ വർഷിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴെങ്കിലും റിസൾട്ട് പുറത്തു വന്നപ്പോഴെങ്കിലും നമ്മളുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് പറയേണ്ടി വന്നു, ആദ്യ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു ജനാധിപത്യത്തെയും ഇന്ത്യൻ ഭരണഘടനയെയും സംരക്ഷിക്കുമെന്ന്. അതിന് താങ്കൾ തയ്യാറാണോ? വീണ്ടും താങ്കൾക്ക് നല്ല അംഗീകാരം ഈ ജനത നൽകും. കാരണം ഈ പറയുന്ന ചില വിഭാഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരൊന്നും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, ആരെയും വെറുക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. ഇന്ത്യൻ ജനത ഹിന്ദുത്വത്തിൻ്റെതാണെന്ന് പറഞ്ഞാൽ ഹിന്ദുത്വത്തിൻ്റെ സഹിഷ്ണുതയാണ് ഇന്ത്യൻ ജനത ഇഷ്ടപ്പെടുന്നത്. ആ സഹിഷ്ണുതയിലൂടെ നമ്മൾക്ക് മതേതരത്വം പുലർത്തുന്ന, എല്ലാവരും തുല്യരാണെന്ന്, എല്ലാ ഈശ്വരന്മാരും ഇവിടെ വേണം, എല്ലാ ജനവിഭാഗവും ഇവിടെ വേണം, നല്ലൊരു ഇന്ത്യ നമ്മൾക്ക് വേണം. ലോകത്തിന് കാണാൻ ലോകത്തിൻ്റെ മാതൃകയായ ഒരു ഇന്ത്യ വേണം എന്ന് നരേന്ദ്രമോദിക്ക് ചിന്ത വന്നാൽ നരേന്ദ്രമോദിക്ക് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ബാല്യവും സമയവും ജനം നൽകിയിട്ടുണ്ട്. നന്നായാൽ നമ്മൾക്കെല്ലാം ഒപ്പം മുന്നേറാം, വീണ്ടും വിജയിച്ചു വരും. പക്ഷേ ഈ സവർക്കർ അല്ല, ഇന്ത്യക്ക് വേണ്ടത് മഹാനായ അംബേദ്കറാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നിടത്ത് നിങ്ങൾ വിജയിക്കും. നന്ദി, നമസ്കാരം.